കേരള കോൺഗ്രസിനെ വേരോടെ പിഴുതെടുത്ത് UDF-ൽ എത്തിക്കാനുള്ള മനോരമയുടെ കുതന്ത്രം അത് ദയനീയമായി പരാജയപ്പെട്ടു. കർഷകർക്ക് വേണ്ടി സമരത്തിന് ഇറങ്ങുന്ന കാലത്തെല്ലാം മനോരമ ഈ വിധം പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് പല കേരള കോൺഗ്രസുകാരും പങ്കുവയ്ക്കുന്നത്. പത്രസമ്മേളനത്തിൽ ജോസ് കെ മാണിയും അത് സൂചിപ്പിച്ചു. മനോരമയുടെ കുതന്ത്രത്തിൽ പ്രകോപിതരായ മുതിർന്ന നേതാക്കളും MLA-മാരും ഒക്കെ ഉടനടി ശക്തമായി പ്രതികരിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നുവെങ്കിലും പാർട്ടി ചെയർമാൻ തന്നെ പ്രതികരിക്കട്ടെ എന്ന നിലപാടിൽ അവരെല്ലാം ഒഴിവായി. റബ്ബർ വില വർധനയ്ക്ക് വേണ്ടി ആരെങ്കിലും സമരം ചെയ്താൽ അവരെ അപമാനിച്ച് നാട്ടിൽ നിന്ന് ഓടിക്കുക എന്നുള്ളത് മനോരമയുടെ ഒരു സ്ഥിരം പതിവാണ്. 2015 തിരുനക്കര മൈതാനത്ത് പന്തൽ കെട്ടി ജോസ് കെ മാണി നടത്തിയ നിരാഹാര സമരം അത് 4 ദിവസം പിന്നിട്ടപ്പോൾ തന്നെ മനോരമ തുറപ്പൻ പണി ആരംഭിച്ചു. രാത്രി 8 മണിക്ക് നിരാഹാര പന്തലിൽ നിന്ന് KM മാണി വീട്ടിലേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നിരാഹാര സമരം നാളെ അവസാനിക്കുമെന്ന് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തവരാണ് മനോരമ. മംഗളം പത്രത്തിന്റെ ഓഫീസ് പരിസരത്ത് വെച്ച് വിവരമറിഞ്ഞ KM മാണി കാർ തിരിച്ച് പന്തലിലേക്ക് വിട്ടു. സമരം അവസാനിക്കുന്നുവെന്ന വാർത്തയോടൊപ്പം KM മാണി തിരിച്ചു പന്തലിൽ വന്ന് പത്രസമ്മേളനം വിളിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുഴുവൻ പത്രപ്രവർത്തകരും ഓടിയെത്തി. സമരം അവസാനിച്ചുവെന്ന് പ്രഖ്യാപിക്കുന്നതിന് പകരം സമരം തുടരുമെന്ന പ്രഖ്യാപനമാണ് KM മാണി നടത്തിയത്. അപ്പോൾ തന്നെ മനോരമയ്ക്ക് കളം മാറ്റി പിടിക്കേണ്ടി വന്നു. അതിലൊന്നും അവർക്ക് വലിയ നാണക്കേടും ഉണ്ടായില്ല. കാലാകാലങ്ങളിൽ റബ്ബർ കർഷകർക്ക് വേണ്ടി കേരള കോൺഗ്രസ് എപ്പോഴൊക്കെ ശബ്ദമുയർത്തുന്നു അപ്പോഴെല്ലാം മനോരമ ഈ രീതിയിലുള്ള കുതന്ത്രങ്ങൾ പുറത്തെടുക്കും. ടയർ ലോബിക്ക് വേണ്ടി നിലകൊള്ളുന്ന മനോരമ കേരളത്തിൽ റബ്ബറിന് വില ഉയരണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ ആ ആഗ്രഹത്തെ മുളയിലേന്നുള്ളൂ. ജോസ് കെ മാണി മകളുടെ വിവാഹം തിരക്കെല്ലാം കഴിഞ്ഞ് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് ഒരു ദിവസം വിശ്രമിക്കാമെന്ന് കരുതി ഡൽഹിയിൽ എത്തിയപ്പോഴാണ് മനോരമയുടെ വക ഈ ഉണർത്തുപാട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. പതിവിന് വിപരീതമായി ജോസ് കെ മാണി തന്നെ മാധ്യമങ്ങളെ കണ്ടു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ആർക്കെങ്കിലും അങ്ങനെ ഒരു അതിമോഹമുണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ മതിയെന്നും വ്യക്തമായി പറഞ്ഞു. മനോരമ പത്രം മാത്രം അത്രയും വ്യക്തമായി കാര്യങ്ങൾ അച്ചുനിരത്തിയില്ല. ബാക്കിയുള്ള പത്രങ്ങളെല്ലാം വേണ്ട വിധം കൊടുത്തു. ദിവസവും പത്രം വാങ്ങി വായിക്കുന്ന കർഷകനോട് കുറച്ചെങ്കിലും നീതി കാണിക്കുന്നത് മനോരമ നല്ലതാണ്. പാർട്ടിയിലെ സ്ഥിരം പ്രതികരണ തൊഴിലാളികളൊന്നും അവസരത്തിനൊത്ത് ഉയരുന്നവരല്ല. പലയിടത്തും പലവട്ടം കയറി ഇറങ്ങി നടന്നവനെ ഒന്നും ആരും വിശ്വസിക്കുന്നില്ല. മുന്നണി പലവട്ടം മാറി മാറി കളിച്ചവരാണ് കേരള കോൺഗ്രസ് എന്ന മനോരമയുടെ വാർത്തയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ കേസ് കൊടുക്കാൻ ജോസ് കെ മാണിക്കോ റോഷിക്കോ അല്ലെങ്കിൽ ചാഴികാടനോ ജയരാജനോ മാത്രമേ സാധിക്കൂ. വേറെ ആർക്ക് സാധിക്കും? 1982 KM മാണിയും K കരുണാകരനും നേതൃത്വം നൽകി UDF പ്രസ്ഥാനം രൂപീകരിച്ചപ്പോൾ മുതൽ കേരള കോൺഗ്രസ് അതിന്റെ ഭാഗമായി നിന്നിരുന്നവരാണ്. ഇടയ്ക്ക് 2017 മുന്നണിയിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിലും മറ്റൊരു മുന്നണിയിലും ചേർന്നിരുന്നില്ല. അതാകട്ടെ KM മാണിയെ പച്ചയ്ക്ക് കത്തിച്ചു എന്നുള്ള പാർട്ടി വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനവുമായിരുന്നു. 2020 അവസ്ഥ വ്യത്യസ്തമാണ്. കേവലം ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി മുന്നണിയിലെ 3-ാം കക്ഷിയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയത് മുന്നണിയിലെ 1-ാം കക്ഷിയുടെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു. ഒരു ഘടകകക്ഷി നേതാവ് 5 മണിക്കൂർ നൽകിയാൽ പ്രശ്നം രമ്യമായി അവസാനിപ്പിക്കാമെന്നും മാണി ഗ്രൂപ്പിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് രാജിവെപ്പിക്കാമെന്നും ആ സ്ഥാനം ജോസഫ് ഗ്രൂപ്പിന് നൽകാതെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിൽ വിരോധമില്ലെന്നും ധാരണയിലെത്തിച്ചിരുന്നു. എന്നാൽ 2 മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ചെന്നായുടെ സ്വഭാവമാണ് കോൺഗ്രസ് കാണിച്ചത്. ഒരു ഘടകകക്ഷി നേതാവ് താല്പര്യമെടുത്ത് ജോസ് കെ മാണിയെ കൊണ്ട് ഇത് മുഴുവൻ സമ്മതിപ്പിച്ചതിന് ശേഷമാണ് രമേശ് ചെന്നിത്തലയോടും ബെന്നി ബെഹനാനോടും പത്രസമ്മേളനം നടത്തി കേരള കോൺഗ്രസിനെ പുറത്താക്കരുതെന്ന് ആവശ്യപ്പെട്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നതിന് അന്ന് നൽകിയ പ്രതിഫലം ആയിരുന്നു 21 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ്. മുന്നണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ആ വാഗ്ദാനം ജോസ് കെ മാണി പാലിച്ചു. AK ആന്റണി, ചെന്നിത്തല, ബെന്നി ബെഹനാൻ തുടങ്ങിയ ഏകകക്ഷി ഭരണവക്താക്കൾക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ജോസഫ് കൂടെ ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന കാഴ്ചപ്പാടായിരുന്നു. അങ്ങനെ മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെട്ട കേരള കോൺഗ്രസ് ഗത്യന്തരമില്ലാതെയാണ് ഇടതുമുന്നണിയിൽ അഭയം പ്രാപിച്ചത്. UDF-ലെ ഒരു ഘടകകക്ഷി നേതാവ് വ്യക്തിപരമായി പറഞ്ഞത് മുഴുവൻ UDF നേതാക്കളെയും KM മാണിയുടെ മകൻ നേരിൽ കണ്ട് മുന്നണി ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പ്രത്യേക താല്പര്യമെടുത്ത് നടത്തിയ മുന്നണി പ്രവേശനത്തിന് കാനൻ രാജേന്ദ്രന് വലിയ താല്പര്യം ഇല്ലായിരുന്നുവെങ്കിലും മാണി ഗ്രൂപ്പിന്റെ പ്രവേശനം കൊണ്ട് തുടർഭരണം ഉണ്ടാകുമെന്ന പിണറായിയുടെ കണക്കൂട്ടൽ തെറ്റിയില്ല. തൃശൂർ മുതൽ തെക്കോട്ട് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും കുറഞ്ഞത് 1000 വോട്ടെങ്കിലും കേരള കോൺഗ്രസിന് ഉണ്ടെന്ന യാഥാർത്ഥ്യം പരിണിതപ്രജ്ഞനായ പിണറായി വിജയൻ മനസ്സിലായി.
അത് തന്നെയായിരുന്നു പിണറായി വിജയന്റെ രണ്ടാം ഭരണത്തിന്റെ അടിസ്ഥാന ശില. ഇന്നത്തെ ചില CPM നേതാക്കൾക്ക് പോലും ആ കാര്യം വേണ്ടവണ്ണം മനസ്സിലായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് നടക്കുന്ന സമയത്ത് നടന്ന ധൃതി പിടിച്ചുള്ള മുന്നണി പ്രവേശനത്തിനിടയിൽ അർഹമായ പ്രാതിനിധ്യം അന്ന് ചോദിച്ചു വാങ്ങുവാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഗൃഹപാഠം ചെയ്ത് ആവശ്യമുള്ളത് മുഴുവൻ ചോദിച്ചു വാങ്ങണം. കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുന്നണിയിലെ മൂന്നാം കക്ഷി എന്ന നിലയിൽ ജയസാധ്യതയുള്ള 2 സീറ്റെങ്കിലും ചോദിച്ചു വാങ്ങുക. മുഴുവൻ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ജയസാധ്യതയുള്ള 3 സീറ്റെങ്കിലും ചോദിച്ചു വാങ്ങണം. യോഗ്യരായ സ്ഥാനാർത്ഥികളിൽ അവിടെയൊന്നും ഇല്ല എങ്കിൽ പൊതുസമ്മതരെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കണം. ഏതായാലും മാണി ഗ്രൂപ്പുകാർ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലാണ്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അഭിമാനം പണയം വയ്ക്കാൻ ആർക്കും അനുവാദം കൊടുക്കുകയുമില്ല.